പറയുന്ന കടായിലല്ല കേട്ടോ, ഞാൻ കടായി ചിക്കൻ അല്ല ഉണ്ടാക്കുന്നത്. കുക്കറിനകത്താണേലും വേഗം ചിക്കൻ ഒരു വിസിലോ 2 വിസിലൊക്കെ വെന്ത് കിട്ടും. പക്ഷെ എനിക്ക് അതിലും താല്പര്യമില്ല കേട്ടോ. അതായത് ഇങ്ങനെ പോലെ ചീനച്ചട്ടിയിൽ എല്ലാം വഴറ്റി ചെയ്യുന്ന ഇഷ്ടം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞാൻ അമ്പലത്തിൽ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും മാർക്കറ്റ് വഴി കേട്ടോ വന്നേ. മാർക്കറ്റിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കാന്നുള്ള ഇതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് പരിചയമുള്ള അവർ കുറച്ച് ദൂരെയുള്ള ഒരു ഫാമിലി മീൻസ് അവർ ഭാര്യയും ഭർത്താവുമാണ്. ഇവിടങ്ങളിലുള്ള ചിലർക്കൊക്കെ അവർ നല്ല വർഷങ്ങളായിട്ട് അവർ ഇവിടെ ഉള്ളതാണ് കേട്ടോ. എറണാകുളം മാർക്കറ്റിൽ, തൃപ്പൂണിത്തറ മാർക്കറ്റിൽ, കടകളിൽ കൂടി. അദ്ദേഹത്തിന് വീൽ ചെയറിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല, 2 കണ്ണിനും കാഴ്ചയില്ല. ഭാര്യ ഒരു മുസ്ലിമാണ് കേട്ടോ. ആദ്യം എടുത്ത് പറയാം, അവർ ദൂരെ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ട് അവർ കടത്തിണ്ണകളിലാണ് കിടക്കുന്നത്. ആദ്യമൊക്കെ അവർ കടകളിലും വീടുകളിലും ഒക്കെ കയറിയിട്ട് അവരിങ്ങനെ ഭിക്ഷ എടുത്ത് തന്നെയാണ് ജീവിച്ചിരുന്നത് കേട്ടോ. ഒരുപാട് പേരെ അവരെ സഹായിക്കാറുണ്ട്. അങ്ങനെ ഞാനിവരെ കാണാൻ തുടങ്ങിയത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന തൃപ്പൂണിത്തറയിൽ ഫുഡ് കൊടുക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഇവരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നല്ല കൂട്ടായി, അറിയാമല്ലോ നമ്മൾ പിന്നെ എല്ലാ ഏണിയും പിടിക്കും. ഇത് ഇനിയൊന്നും അല്ല കേട്ടോ, ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞാൽ. അപ്പോഴാണ് നമ്മൾ ഇടയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും കാണാറുണ്ട്, നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിവിടെ താമസത്തിന് വന്നിട്ട് പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഇന്നാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അവർ മഴയത്ത് കടത്തിണ്ണയിൽ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, നിങ്ങളൊരു വീടെടുത്തിട്ട് ഒരു വീടിൻ്റെ ഒരു പോർഷനോ ഒരു റൂമോ എടുത്തിട്ട് നിങ്ങൾ താമസിക്കും. ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് കടത്തിണ്ണകളിൽ കിടക്കണ്ടല്ലോ. പുള്ളിക്കാരനാണേലും കടകൾ അടയ്ക്കാൻ കാത്തിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുറച്ച് പ്രായമുള്ള ആൾക്കാരുമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വീട് ആരും കൊടുത്തിട്ടില്ല. അപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമം. അത് നമ്മളൊരു വീട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ളവരെ കൂടെ താമസിപ്പിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, നടക്കാൻ അതിനൊരു ടൈമുണ്ട്. എല്ലാം നടക്കാൻ അതിൻ്റെതായിട്ടൊരു ടൈമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് അവരെ ഇന്ന് കണ്ടപ്പോൾ അവർ വളരെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടുപ്പുകളും ബാഗും ഒക്കെ നനഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ അന്ന് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അല്ല ഉണക്ക്, അവിടെ അടഞ്ഞു കിടക്കുന്ന കട തിണ്ണകളുണ്ട്, അവിടെ ഇട്ട് ഉണക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ കളക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ എപ്പോഴും എന്നും ചെന്നിട്ട്, അപ്പോൾ ഇവർ ഈ ഒരാഴ്ച തൃപ്പൂണിത്തറ ആണെങ്കിൽ ഒരാഴ്ച എറണാകുളം മാർക്കറ്റിൽ, അങ്ങനെയാണ് ഇവർ സഹായത്തിന് ചോദിക്കാൻ പോകുന്നത്. അങ്ങനെ അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടുത്തെ കഴിഞ്ഞ് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായി. അപ്പോൾ എന്നെ കണ്ടതിൽ സന്തോഷവും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഞാൻ തരാം. അപ്പോൾ നമ്മൾ അവിടെ കടകളൊക്കെ തുറന്നു വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ചിക്കൻ കടയിൽ കയറി ഞാനൊരു ചിക്കൻ വാങ്ങിച്ചു. ബിസ്മിയൊക്കെ ചൊല്ലി അതിനെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. കാരണം ഇവർ മുസ്ലിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്കപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണമല്ലോ ഫുഡ് കൊടുക്കാൻ. അപ്പോൾ അവർ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോകുമെന്ന് പറഞ്ഞു. നാട്ടിലേക്കല്ല, വേറെ എവിടെയോ സ്ഥലത്തേക്ക് പോവുക. അവരെ ഞാൻ ഇവിടെ തൃപ്പൂണിത്തറയിലോ അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റിൻ്റെ അവിടെ മാത്രമല്ല കണ്ടിരിക്കുന്നത്. പെരുമ്പാവൂർ, കുറുപ്പുംപടി, കോതമംഗലം, പിന്നെ നേര്യമംഗലം, ഇവിടെയൊക്കെ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇത്രയും വർഷത്തെ ഒരു പരിചയം ഞങ്ങൾ തമ്മിൽ. അപ്പോൾ എൻ്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ ചോറും കൊണ്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. വീടും കാണാവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഇത്തയാണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് സ്ത്രീകൾക്ക് ഭർത്താവിന് ഇന്നത്തെ കാലത്ത് ആരാണ് ഇത്രയും സഹിച്ചൊക്കെ ജീവിക്കുകയല്ലേ. അദ്ദേഹത്തിന് 2 കാല് തളർന്നാണ്, 2 കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു ചിലവരെങ്കിലും അവരെ പറയുന്ന കേൾക്കാൻ, കടക്കാരോ കടയിൽ നിൽക്കുന്നവരോ നല്ല വരാഴികയാണ്. പിന്നെ ഇങ്ങനെ ഒരാളെ ഉന്തിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറയല്ല. അദ്ദേഹത്തിന് നല്ലൊരു 80-85 കിലോ വെയിറ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരാളെ ഡെയിലി ഇങ്ങനെ ഉന്തിക്കൊണ്ട്, ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒരു 7 മണിയെങ്കിലും
ഒരു 9 മണിക്ക് ഇറങ്ങുമെന്ന് വെച്ചോ. ഒരു 9 മണിക്ക് ഇറങ്ങിയെങ്കിൽ രാത്രി 7 മണി വരെ കടകളിൽ കിലോമീറ്ററുകളോളം അദ്ദേഹത്തിന് ഉന്തുവണ്ടിയിൽ വെച്ച് അവർ നടക്കുകയാണ് ചെയ്യുന്നതായിട്ട. അപ്പോൾ ആ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒന്നും ആരും പറയില്ല. അവർക്ക് കിട്ടുന്ന തുച്ഛമായ നാണയത്തുട്ടുകളുടെ കണക്ക് പറയാനാണ് ചിലർക്ക് ഭയങ്കര നാക്ക് കേട്ടോ. നാക്കെന്നല്ല, ഇതിന് വേറെ പറയട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇന്ന് അവർ ആദ്യമായിട്ടാണ്, നമ്മുടെ വീട്ടിൽ ആരും വന്നിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആരും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് അവർ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറിയും ചോറും പിന്നെ പാവയ്ക്ക തീയൽ, തേങ്ങയും മുളകൊക്കെ വറുത്തരച്ചൊരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബീൻസ് ഉപ്പേരി ഉണ്ടാക്കി, ഉപ്പേരി മീൻസ് മെഴുക്ക് വരട്ട് അതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കേര അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. കേര അച്ചാർ എൻ്റെ മൂത്ത മകൻ്റെയാണ്. അവൻ കേരയൊക്കെ തിന്നുള്ളൂ, ജിമ്മനാണല്ലോ. അപ്പം ജിമ്മന് കേര അതിനകത്ത് ഇച്ചിരി അച്ചാറും ഒക്കെ അടിച്ചു മാറ്റാം. പിന്നെന്താ, ഒരു സലാഡ് ഉണ്ടാക്കാം. ഏതായാലും ആദ്യമായി എൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നതല്ലേ. അപ്പം കാര്യമായി തന്നെ നമുക്ക് അവരെ സ്വീകരിക്കാം. കറി വെക്കുകയാണേ. അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്ത് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഉള്ള ഗുണങ്ങൾ കണ്ടോ എനിക്ക്. അപ്പോൾ എനിക്ക് ജോലി ഇല്ലാതെ, ഞാൻ ജോലി വേണ്ട വെച്ചിട്ട് റിസൈൻ ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്തെങ്കിലോ, അപ്പോൾ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവും, ഞാൻ മറ്റൊരു തലത്തിലേക്ക് പോകും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. പിന്നെ ജോലി ഇല്ലാതെ ഇരുന്നാലും കാര്യമില്ല കേട്ടോ. എനിക്ക് എൻ്റെ അച്ഛയുടെ മക്കളും തരുന്നതിൽ ഒതുങ്ങി ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം ഇതേപോലെ നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പം നമ്മൾ ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ